മോർണിംഗ്, അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, 10th and 100s എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നമുക്ക് പഠിക്കാനില്ലേ? ആ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഡെസിമൽ നമ്പേഴ്സിനെ ഫ്രാക്ഷൻസ് ആക്കാനും ഫ്രാക്ഷനിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഡെസിമൽ ആക്കാനുള്ള കൺവേർഷൻസ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണല്ലേ, എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിനെ ഫ്രാക്ഷൻ ആക്കാന്നും ഫ്രാക്ഷനെ എങ്ങനെയാണ് ഡെസിമൽ ആക്കാന്നും എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കുറച്ച് കാര്യമുള്ളൂ. ആ കാര്യങ്ങൾ നമുക്കൊന്ന് ഒരു ഈസി ട്രിക്കിലൂടെ പറഞ്ഞു നോക്കാം. അതിനുവേണ്ടി മിസ് എടുക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഭംഗിയുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള അല്ലെ മഴവില്ല് പോലെയൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരൊറ്റ സാധനം കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇവിടെ നോക്കിയുടെ മക്കളെ, ഒന്നാമത് ഇവിടെ ബ്ലൂ കളർ കാണുന്നുണ്ടല്ലോ. ബ്ലൂ കളറിന്റെ ഫ്രാക്ഷൻ ഒന്ന് പറഞ്ഞു നോക്കി. ബ്ലൂയുടെ ഫ്രാക്ഷൻ, ഈ ബ്ലൂ കളറിന്റെ നമ്മൾ ഇത് എത്ര പാർട്ടാണെന്ന് എങ്ങനെയാ പറയാ? നമുക്കറിയാം ബ്ലൂ എന്ന് പറയുന്നത് ഒരൊറ്റ പാർട്ടാണ് ഔട്ട് ഓഫ് എത്ര കഷ്ണങ്ങള്? 1 2 3 4 5 6 7 8 9 10 ഈക്വൽ പാർട്സ് ആക്കിയതിൽ അല്ലെ 10 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മളുടെ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലൂവിന്റെ ഭാഗം പാർട്ട് എന്ന് പറയുന്നത് 1/10 ആണ്. ഇവിടെ നിങ്ങൾ നോക്കണം, 1/10 എന്ന് പറഞ്ഞാൽ 10ൽ എത്ര സീറോസ് ഉണ്ട്? ഒരൊറ്റ സീറോയേ ഉള്ളൂ. അപ്പൊ നമ്മൾ 1 അതേപോലെ എഴുതുന്നു. എത്ര സീറോസ് ആണ്? ഒരു സീറോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ തൊട്ട മുന്നേ ആ ഒരു നമ്പർ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെസിമൽ പോയിന്റ് ഇടുന്നു. ഡെസിമൽ നമ്പറായി 1/10 ഇസ് ഈക്വൽ ടു 0.1. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ ഗ്രീൻ കളർ എത്ര എണ്ണം ഉണ്ട് നോക്കാം. ഗ്രീൻ കളർ എത്ര എണ്ണം ഉണ്ട് നോക്കിയേ. എത്ര ഉണ്ട് ഗ്രീൻ കളർ? ഇത് ഗ്രീൻ കുറച്ചുകൂടെ നല്ല ഗ്രീൻ എടുക്കാം. ഇത് ഭയങ്കര ലൈറ്റ് ഗ്രീൻ ആയിപ്പോയി, കുറച്ച് ഡാർക്ക് ഗ്രീൻ എടുക്കാം. യെസ്, ഗ്രീൻ. എത്ര ഗ്രീൻ ഉണ്ട് നോക്കിയേ. ഗ്രീനിന്റെ ഫ്രാക്ഷൻ എന്താ? ഗ്രീൻ എത്ര പാർട്ടാണുള്ളത് നോക്കാം. ഗ്രീൻ എന്ന് പറയുന്നത് 1 2 3 പാർട്സ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3/10 അല്ലേ? ഒരു 10 പീസസ് ആക്കി ഡിവൈഡ് ചെയ്തതിൽ 3 പാർട്സ് ബ്ലൂ ആണ്, ഗ്രീൻ ആണ്. 3/10 എന്ന് എഴുതാം. അപ്പൊ ഇതിനെ എങ്ങനെ ഡെസിമൽ ആക്കും എന്ന് ചോദിച്ചാൽ നമ്പർ എത്രയാണ്? 3. അത് അതുപോലെ തന്നെ എഴുതുക. എന്നിട്ടോ 10ൽ എത്ര സീറോസ് ഉണ്ട്? 10ൽ ഒരൊറ്റ സീറോയേ ഉള്ളൂ. അപ്പൊ ഒരു നമ്പർ മാത്രം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡെസിമൽ പോയിന്റ് ഇടുന്നു. 0.3. കഴിഞ്ഞൂടാ? കഴിഞ്ഞു. 0.3. അങ്ങനെയാണെങ്കിൽ ഇനി യെല്ലോന്റെ കേസ് നമുക്ക് നോക്കി നോക്കാം. യെല്ലോ ഓക്കെ, യെല്ലോ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, യെല്ലോന് നോക്കി എത്ര യെല്ലോസ് ഉണ്ട് നോക്കാം നമുക്ക്. 1 2 യെല്ലോസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2/10 എന്ന് എഴുതാം. അപ്പൊ ഡെസിമൽ ആക്കി വരുമ്പോ എന്ത് വരും? 0.2 എന്ന് വരും. എത്ര വരും? 0.2. എങ്ങനെ വന്നു? 2നെ നമ്മൾ 2 തന്നെ എഴുതി, 2നെ 2 തന്നെ എഴുതി. ഡിനോമിനേറ്ററിൽ 10 ആണ്. 10ൽ ഒരു സീറോയേ ഉള്ളൂ. അപ്പൊ ഒരു നമ്പർ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡെസിമൽ പോയിന്റ് ഇടുന്നു. 0.2. കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് എന്താ വൈറ്റിന്റെയും റെഡിന്റെയും ബ്ലാക്കിന്റെയും ഒന്നും കഥ പറയാത്തത്? കാരണം ഇവിടെ നോക്കിയേ, വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനില്ല, ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് എന്ന് പറഞ്ഞാലും ഈ ഒരു കഷ്ണം, റെഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കഷ്ണം. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് നോക്കി നമുക്ക് ഈ റെഡിന്റെയും ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും ഒന്നും ഫ്രാക്ഷൻ കൃത്യമായിട്ട് 10 വെച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊന്നുകൂടെ കൃത്യമായിട്ട് പറയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫിഗറിനെ 100 പീസസ് ആക്കി കട്ട് ചെയ്യുന്നു. സംശയം ഉണ്ടോന്ന് എണ്ണി നോക്കിക്കോ. ഇതാണ് ഒന്നാമത്തെ പീസ്. 2 3 4 അങ്ങനെ ഫുള്ള് എണ്ണി കഴിഞ്ഞാൽ ഇവിടെ 100 എന്ന് വരും. റെഡി? അപ്പൊ ഇതാണ് 100 പീസസ്. ഇവിടെ നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, ബ്ലൂ എത്രയുണ്ട്? എത്ര പീസ് ബ്ലൂ ഇരിപ്പുണ്ട്? ബ്ലൂ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 പാർട്സ് ഔട്ട് ഓഫ് 100. അവിടെയാണ് മാറ്റം. ഇവിടെ 10 പാർട്സ് ഉണ്ട് ഔട്ട് ഓഫ് 100. 10/100. അപ്പൊ 10/100 നമ്മൾ എങ്ങനെ ഡെസിമൽ ആക്കി എഴുതുക? മുകളിലെ നമ്പർ അതുപോലെ തന്നെ എഴുതുന്നു, 10. ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട് നോക്കിയേ? 2 സീറോസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 നമ്പറുകൾ കഴിഞ്ഞിട്ട് ഒരു കുത്തിടണം. 2 നമ്പർ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു കുത്തിടുന്നു. ആൻസർ ആയി 0.10 അല്ലെങ്കിൽ 0.1. അടുത്തതാരാ? ഗ്രീൻ നോക്കിയേ, എത്ര ഗ്രീൻ ഉണ്ട്? ഇവിടെ 10 20 30. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 30 / 100. അപ്പൊ 30നെ 13 തന്നെ എഴുതുന്നു.
ഡിനോമിനേറ്ററിൽ 2 സീറോസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 2 സ്ഥാനങ്ങൾ കഴിഞ്ഞ് 2 പ്ലേസ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടണം. 0.30. കറക്റ്റ് അല്ലേ? റെഡി? അപ്പൊ അടുത്ത നോക്കിയോ, ഇനി റെഡിന്റെ ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് റെഡിനെ ഒന്ന് വരച്ചു നോക്കാം. റെഡിന്റെ ഫ്രാക്ഷൻ എഴുതി നോക്കാം. റെഡ് ഇസ് ഈക്വൽ ടു എത്ര റെഡ് ഉണ്ട് നോക്കിക്കോ. ഇത് 10 അല്ലേ? ഇത് മൊത്തം 10, 11, 12, 13, 14, 15. 15/100. 15/100 നമ്മൾ എങ്ങനെ ഡെസിമൽ ആക്കി മാറ്റുക അതിനെ? 15നെ 15 തന്നെ എഴുതുക. ഡിനോമിനേറ്ററിൽ 2 സീറോസ് വരുന്നത് കൊണ്ട് 2 പ്ലേസസ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെസിമൽ പോയിന്റ് ഇടുന്നു. 0.15. കഴിഞ്ഞു. സോ ഈസി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഞാൻ പറയുവാന്ന്. ഹോംവർക്ക് സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബ്ലാക്കിന്റെ ഫ്രാക്ഷൻ എത്രയാണെന്നും അതിന്റെ ഡെസിമൽ എത്രയാണെന്നും എന്ത് ചെയ്യണം, കമന്റ് ആയിട്ട് താഴെ പറയണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സേ കഴിഞ്ഞു, ഓക്കെ സമാധാനം കഴിഞ്ഞു എന്നൊക്കെ വിചാരിക്കും. ഇല്ല, ഇവിടെ നോക്കിക്കോ. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 0.25നെ ഈ ഒരു പിക്ചറിൽ, അതായത് 0.25 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ ഈ ചിത്രത്തിലേക്ക് ആക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 0.25 എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 25 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും എവിടുന്നാ മിസ്സേ ആ 100 കയറി വന്നേ? ഇവിടെ നോക്കിയേ മക്കളെ, പോയിന്റ് കഴിഞ്ഞ് 2 നമ്പറുകളല്ലേ, ഡെസിമലിന് ശേഷം 2 നമ്പറുകളല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നമ്പറിനെ അതേപോലെ എഴുതുന്നു. 2 നമ്പർ അല്ലേ, 2 സീറോസ്. 2 നമ്പർ ആയതുകൊണ്ട് 2 സീറോസ് അടിയിലിട്ട് കൊടുക്കുന്നു. 25/100. ഇതിനർത്ഥം എന്താ, 100 പാർട്സിൽ 25 പേർക്ക് കളർ കൊടുക്കണം. ഞാൻ 25 പേർക്ക് കളർ കൊടുക്കാൻ പോവാണ്. 10, 20, 25. ഇത്രയും റെഡി. അപ്പൊ 0.25 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 25 ഡിവൈഡഡ് ബൈ 2 നമ്പർ ആയതുകൊണ്ട് 2 zeros 100. സെറ്റ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 0.35നെ ഇതേപോലെ ഒന്ന് എഴുതുക, അതേപോലെ പിക്ചറിൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് താഴത്തും പറയാം. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഇനിയും വരും. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.